ആദ്യം നമ്മൾ ഈ കാണുന്ന സൈറ്റിലോട്ട് നമ്മൾ കയറുക. order.co.kerala എന്ന് പറഞ്ഞ് നമ്മൾ സൈറ്റിൽ നമ്മുടെ ക്രെഡൻഷ്യലൊക്കെ കൊടുത്ത് നമ്മൾ കയറുക. കയറി കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഈ കാണിക്കുന്ന ഫോട്ടോ അപ്ലോഡിങ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് പോവുക. ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഫോട്ടോ നമ്മുടെ അപ്ലോഡ് ചെയ്യുക. 100 KB ആണ് ഫോട്ടോയ്ക്ക് വേണ്ടത്. അത് ഇമേജ് റീസൈസറിനകത്ത് പോയി നമ്മൾ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. വേണ്ട അത്രയും തന്നെ അതെടുക്കും. അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ ചെല്ലുക. നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് ഫില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഗ്രീൻ കളറിലൊക്കെ കാണിക്കും അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. പിന്നെ നമ്മൾ അതിനകത്ത് നമ്മുടെ എപ്പിക് നമ്പറൊക്കെ വെച്ചാൽ നമ്മുടെ വോട്ടേഴ്സ് ഐഡിയുടെ നമ്പർ നമ്മൾ അതിനകത്ത് കൊടുക്കുക. എപ്പിക് ഡീറ്റെയിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ എപ്പിക് ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അപ്ഡേഷൻ അവിടെ കൃത്യമായിട്ട് വരും. അത് നമ്മൾ സേവ് ചെയ്യുക. അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മുടെ പ്രൊഫൈലിലോട്ട് വന്ന് നമ്മുടെ പേരിൻ്റെ ഇപ്പുറത്ത് ഒരു ചെറിയൊരു ചിഹ്നമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗൗട്ട് ആകാൻ സാധിക്കും. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.